കേരളത്തിലെ മികച്ച മുഖ്യമന്ത്രി ആരാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമുക്കിവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം ആരാണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മികച്ച മുഖ്യമന്ത്രി എന്നുള്ളത്. നിങ്ങളുടെ കണ്ണിൽ ആരാണ് നമ്മുടെ ഓൾ ടൈം മികച്ച മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ മികച്ച മുഖ്യമന്ത്രി ആരാണ്? എന്തുകൊണ്ടാണ് കെ കരുണാകരനാണ് ഈ കേരളത്തിന് വേണ്ടി എത്രയധികം പുരോഗതിയിലോട്ട് നയിച്ചത്? ഇവിടെ മെട്രോ, മറ്റേ വിമാനം, എയർപോർട്ട്, പിന്നെ സ്റ്റേഡിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെ കരുണാകരന് വഴിയാണ് വന്നത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി എന്താണ് അഭിപ്രായം? 100% പരാജയം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാലോ. ഇപ്പോഴത്തെ പെൻഷനില്ല, സാധനങ്ങളുടെ വിലക്കയറ്റം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഒരു സാധനം കിട്ടാനില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ മൊത്തത്തിൽ പരാജയമാണ്. 100% പരാജയം. സംശയം ഉണ്ടാവും. പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയാൻ കാരണം? എത്ര കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ കേരളത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ. ഇപ്പം ഞാൻ പറയാം, ആരോഗ്യരംഗം വളരെ നന്നാക്കി, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ നന്നാക്കി, മെഡിക്കൽ കോളേജുകൾ എല്ലാം നന്നാക്കി. പിന്നെ വിദ്യാഭ്യാസ രംഗം വളരെ നന്നാക്കി. പിന്നെന്താ, കൃഷി എല്ലാ പഞ്ചായത്തിലും കൃഷിയുണ്ട്. ഇപ്പോൾ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സമയമില്ല. പോട്ടെ. പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ? പിണറായി കോവിഡ്, പ്രളയം, നിപ്പ ഈ വക കാര്യങ്ങളിൽ നമ്മൾ കേരളത്തെ നിർത്തിയൊരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴൊക്കെ ഈ നമ്മുടെ കേരളത്തെ പിടിച്ചു നിർത്തിയൊരു മുഖ്യമന്ത്രിയാണ്, കരുത്തനായ ഒരു മുഖ്യമന്ത്രിയാണ്. ഒരുപാട് നെഗറ്റീവ്സ്, ഒരുപാട് വിമർശനങ്ങളും എൻ്റെ ആൾക്ക്. ഈ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, രാഷ്ട്രീയത്തിന് നെഗറ്റീവ് ഉണ്ടാവും. അതെല്ലാ ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരെ ഇല്ലേ, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. അത് ഏതൊരു ഭരണകർത്താവിനുള്ള ഹിറ്റ്ലറിനെ ഉണ്ടായില്ലേ, മുസോളിനെ ഉണ്ടായില്ലേ, ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. അതുള്ളതാണ്. അതാണ് ഈ നമ്മുടെ ഈ ഓരോ സംസ്ഥാനത്തും ഭരിക്കണതിൻ്റെ ഒരു കരുത്ത്. എനിക്ക് പറയാനുള്ളത് മികച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തന്നെയാണ്. ഓൾ ടൈം നോക്കുകയാണെങ്കിൽ അത് തന്നെ. ശരിക്കും നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അത് അപ്രിയ സത്യം പറയാമെന്ന് പറയല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ നല്ലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇതുവരെ ഉണ്ടായില്ല ജനിച്ച പിന്നെ? ഇല്ല, നല്ലൊരു മുഖ്യമന്ത്രി അങ്ങനെ ഉണ്ടായിട്ടില്ല ഇവിടെ. അല്ലെങ്കിൽ കേരളം എങ്ങനെ ആവില്ല ഇത്. നല്ലതെന്ന് പറയാനൊന്നുമില്ല ഇവിടെ. ഒരു ആവറേജ് പറയാം. അച്യുതമേനോൻ ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. പുള്ളി കുറച്ചുകൂടി ജനസമ്പർക്കം കുറച്ച് നല്ല ആളായിരുന്നു, കുറേ വികസനം താല്പര്യമുള്ളായിരുന്നു. പക്ഷെ കരുണാകരൻ മോശം പറയില്ല, പക്ഷെ പുള്ളിയുടെ നെഗറ്റീവ് സൈഡ് ഞാൻ പറയില്ല. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിനെ പറ്റി എന്താ അഭിപ്രായം? വെറും 0 അഭിപ്രായം ഇല്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു അഭിപ്രായം ഇല്ല അതാണ്. മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രിയാണെങ്കിൽ AK ആന്റണിയാണ്. എന്തുകൊണ്ടാണ് AK ആന്റണി? AK ആന്റണി അന്നത്തെ നമ്മുടെ നിലവിൽ ഭരണത്തിന് വലിയ കടമില്ലാതെ, ഇപ്പോഴത്തെ മന്ത്രിയെ പോലെയാണോ മുഖ്യമന്ത്രി ഇപ്പം മൊത്തം തേച്ച് കഴുകി വെച്ചേക്കുക. പിറങ്ങാറായപ്പോഴേക്കും മൊത്തം കടത്തിന് കൂടായിപ്പോയില്ലേ. ഇപ്പം പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ശമ്പളം തന്നെ തീർത്ത് കൊടുത്തിട്ടുണ്ടോ? പഴയ കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ടോ? പഴയ മുഖ്യമന്ത്രിമാർ എത്ര പേരുണ്ടായിരുന്നു? കരുണാകരന് അന്നത്തെ കാലത്തൊന്നും ആരും ഇങ്ങനൊരു തെറ്റും വന്നിട്ടില്ല, കടവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് മൊത്തത്തിൽ നോക്കുകയാണ്. അല്ല, കേരളത്തില് അത് ഇദ്ദേഹം തന്നെ, നമ്മുടെ ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി? അല്ല, അദ്ദേഹത്തിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, പക്ഷെ അക്രമങ്ങളില്ലായിരുന്നു. ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നുള്ളതിൻ്റെ കേരളത്തിലെ ഏറ്റവും വിജ്ഞാനമുള്ളവർ പറയുന്നതും അത് തന്നെ. ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഉള്ളതിൽ. പക്ഷേ എന്താ, മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവൻ മന്ത്രി എന്ന് പറഞ്ഞതുപോലെ കരുണാകരനായിരുന്നു ഏറ്റവും നല്ലത്. കരുണാകരന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന അതിൽ EK നായനാരും അവരൊക്കെയാണ്. കോൺഗ്രസ്സിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരനായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി. ഞാൻ കോൺഗ്രസ്സിനല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. പക്ഷെ എനിക്ക് ഈ ഇപ്പോഴത്തെ പിണറായി വിജയനോടും പിണറായിസത്തിനോട്, ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല, പിണറായിസമാണ്. അതുകൊണ്ട് ആ ഇസത്തിനോട്, എങ്കലിസം, ഫ്യൂണലിസം, ഗാന്ധിസം എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷേ ഈ സത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്രവർത്തി, ഏകാധിപതി, അത് ജനകീയ വ്യക്തി എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? കറുപ്പിടാൻ പാടില്ല,
ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ അന്ന് ഞാൻ കൂടുതലും ബ്ലാക്ക് വൈറ്റും ധരിക്കുന്ന ആൾ. അപ്പോൾ അന്ന് ബ്ലാക്ക് സാരിയായിരുന്നു. അവരെന്നെ ഒന്നും പറഞ്ഞില്ല. അവരെൻ്റെ കാലത്തോട്ട് വന്നിച്ചു, എൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. ഞാൻ അവർക്ക് ബ്ലാക്കിനോട് ഒരു അറപ്പും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് കറുപ്പിടാൻ പാടില്ല, അങ്ങേര് പറഞ്ഞത് ഇടാമെന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് ലോക ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ചക്രവർത്തി. അപ്പോൾ എവിടെ ഇവിടെ ജനാധിപത്യം ഉള്ളത്? നല്ല വഴിക്ക് കൊണ്ടുപോകുന്ന ആൾ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ജനം നന്നാകുന്നത്? അത് കമ്മ്യൂണിസം ഈസ് ഓക്കെ, പക്ഷേ പിണറായിസം നോ ഗുഡ്. ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി? പുള്ളിയാണ് സിൻസിയറായിട്ട് മനുഷ്യനെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ പിണറായി ഓക്കെയാണോ? ഏറ്റവും വലിയ കള്ളൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കള്ളൻ. യെസ്. കേരളത്തിലെ അച്യുതമേനോൻ. എന്തുകൊണ്ടാണ്? അച്യുതമേനോനാണ് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൂടുതലും കഴിവുണ്ട്. പിന്നെ കരുണാകരനും ഈക്വലാണ്. അതുകൊണ്ട് അച്യുതമേനോനാണ്. അച്യുതമേനോനാണ് കരുണാകരൻ. കേരളത്തിലും ഇപ്പോഴും നിലവിലുള്ളതിൽ പിണറായി വിജയനാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത്രയും നാളത്തിനുള്ളിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസം, നല്ല രീതിയിലുള്ള പെർഫോമൻസും പിണറായിൽ കാണുന്നുണ്ട്. അത് കാരണം ബെസ്റ്റാണ്. നായനാര്. എന്തുകൊണ്ടാണ് നായനാര്? പുള്ളിയൊരു ജനകീയനായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ്ഡ് ആയിരുന്നു. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തള്ളിക്കളയില്ല. അതിനൊരു പരിഹാരം കണ്ടുകൊണ്ട് പുള്ളി മുന്നിലോട്ട് പോകുമായിരുന്നു. അതാണ് ഞാൻ കരുണാകരൻ. എന്തുകൊണ്ടാണ് കരുണാകരൻ എന്ന് പറയുന്നത്? അങ്ങനെയായിരുന്നു. അങ്ങനെ പറയാം. രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പോലും കരുണാകരൻ നല്ല മുഖ്യമന്ത്രിയായിരുന്നു. എന്തുകൊണ്ടാണ് കരുണാകരൻ? EMS നല്ല ആളായിരുന്നു. പഴയ മൂല്യങ്ങളൊക്കെ അവരെ ഒത്തിരി പിന്തുടരുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. എന്താ പിണറായി വിജയനെ പറ്റി എന്താണ്? അല്ല, അങ്ങനെയല്ല. എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. രാഷ്ട്രീയമായിട്ട് പല സംഭവങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നിജസ്ഥിതി നമുക്കറിയില്ല. നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല.